പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് എന്നോട് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഇനി അവസാനത്തെ ഒരു മാർഗം എന്ന രീതിയിലാണ് അവർ വിഷ്ണുമായ സ്വാമിയെ കാണുന്നതും വിഷ്ണുമായ സ്വാമിയുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊരു ഭക്തനായിട്ടുള്ളൊരു രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഉപാസന, സേവ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുമല്ല, നോർമലായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നത് വിഷ്ണുമായ സ്വാമിയെ പോലെ ഇത്രയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വിജയങ്ങൾ നേടാൻ പറ്റുന്ന പോലത്തെ വേറൊരു ദൈവമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ കൃഷ്ണനെ പൂജിക്കുന്നുണ്ട്, ദേവി പല തരത്തിലുള്ള ദേവിമാരെ പൂജിക്കാറുണ്ട്, ശിവനെ പൂജിക്കാറുണ്ട്, ഗണപതി സ്വാമിയെ, ഹനുമാൻ സ്വാമിയെ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ ഇനി വേറെ മതത്തിലാവുമ്പോൾ മറ്റ് മതങ്ങളുടെ അനുസൃതമായിട്ടുള്ള ദൈവങ്ങളെയും നമ്മൾ പൂജിക്കാറുണ്ട്. അതുപോലെ ഇതിലൊന്നും വിശ്വസിക്കാതെ നടക്കുന്ന, ഇതൊന്നില്ല, പൂർണ്ണമായിട്ടും ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന, ദൈവമേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ക്യാൻസർ വരുന്നുണ്ട്, അവരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, അവരുടെ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വരുമെന്ന് ജനം ചിന്തിക്കുന്നത് എന്താണോ അത് ഏത് ദൈവത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ പ്രാർത്ഥിക്കാത്തവർക്കും എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ വിഷ്ണുമായ സ്വാമിയെ പൂജിച്ചത് കൊണ്ട് അവൻ്റെ കുടുംബം തകർന്നു പോയി എന്ന് പറയുന്ന ഇത്രയും വലിയ പൊട്ടത്തരം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെയും ഈ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവില്ല. അത് സത്യമല്ലേ? അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളാണ്. ദൈവമൊന്നും ആരും ഉപദ്രവിക്കില്ല. രക്ഷപ്പെടാൻ കിട്ടുന്ന മാർഗം ഉപയോഗിച്ചുകൊണ്ട് വിഷ്ണുമായ സ്വാമിയോടാണ് അടുപ്പമെങ്കിൽ സ്വാമിയെ പൂജിച്ച് മുന്നോട്ട് പോവുക. വേറെ ദൈവങ്ങളോടാണ് നിങ്ങൾക്ക് അടുപ്പമെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ മനഃശക്തി, നമ്മളുടെ ജീവിതത്തിലെ നമ്മൾക്ക് നേടിയെടുക്കണമെന്നുള്ള ചിന്തകളും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിയിൽ ആ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് ബ്ലെസ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമൺ സെൻസ്. ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമാണ് എനിക്കിതെല്ലാം തന്നെ എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെയാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പെരുമാറ്റത്തിലും നിങ്ങളുടെ ഇമോഷണൽ ബാലൻസും ഇൻ്റലിജൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അത് മാറ്റിയാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും.